ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലയാ ഹിയർ. അപ്പം ഇത് ആക്ച്വലി വ്ളോഗിൻ്റെ രണ്ടാമത്തെ ദിവസം എടുക്കുന്നത്. ഞാൻ ആദ്യത്തെ ദിവസം ഇൻട്രോ എടുക്കാൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയി. രണ്ടാമത്തെ ദിവസം ആയപ്പോഴാണ് ഞാൻ ഓർത്തത്. സോ ദിസ് ഈസ് ദി ഇൻട്രോ. എനിക്കറിയാം ഞാൻ ഓൾറെഡി ഒരു ഓണം സെലിബ്രേഷൻ്റെ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടെന്ന്. അത് കോളേജിലെ കാര്യങ്ങളും നമ്മൾ തുള്ളലും അടിച്ചുപൊളിയും കാര്യങ്ങളൊക്കെ. ഇനി നാട്ടിൽ വന്ന് ലൈക്ക് ഇത്രയും കാലം ഞാൻ ഇങ്ങനെ ഓണം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഈ വ്ളോഗ്. അതെ, നാട്ടിലെ ഓണം. അങ്ങനെ തിരുവോണമായിട്ട് നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് അത്ത വിടാൻ വേണ്ടിയിട്ട് ക്ലബ്ബിലേക്ക് പോയി. ക്ലബ്ബിനെ പറ്റി ഞാൻ നേരത്തെയുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഇഫ്താറിൻ്റെ വീഡിയോ പോയി കാണുക. അങ്ങനെ അവിടെ ഡിസൈനൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മൾ പൂവിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇയറും പോയി ചെയ്തതാണ്. ഈ വർഷം അതുപോലെ തന്നെ പോയി ഹെൽപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് അത്ത വിടലൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്നു. നമ്മളവിടെ ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരിക്കുകയായിരുന്നു. നമ്മളവിടെ നിന്ന് പോകുന്നു. അടുത്ത ഒരു സാരി ഉടുത്ത് ഫോട്ടോഷൂട്ടാണ് നമ്മുടെ ഉദ്ദേശം. ചേച്ചി ഈസ് ഹെൽപ്പിംഗ് മീ വിത്ത് ദാറ്റ്. ചേച്ചിയുടെ സാരിയാണ്. അപ്പം ഗൈസ് നമ്മൾ ഫോട്ടോഷൂട്ടിന് റെഡി ആയി കഴിഞ്ഞു. അതിൻ്റെ മുടിയൊക്കെ പറഞ്ഞോളൂ, എനിക്ക് ഇഷ്ടമായി. സ്പോട്ടും കൂടെ കണ്ടുപിടിച്ച് ടെക്സ്റ്റൈക്സും കൂടെ കട്ടുന്ന മുടി പറഞ്ഞിട്ട് നല്ല രസമുണ്ട്. ഷൂട്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്തുള്ളൊരു നൈസ് സ്പോട്ടിലാണ് വന്നത്. അതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. ഇതും കൂടി ഇട്ട് ഈ വീഡിയോ വലുതായിട്ട് ഞാൻ ലോങ് ആക്കിക്കുന്നില്ല, കാരണം 2 ദിവസത്തെ സെലിബ്രേഷൻ ഉള്ളതാണ്. എല്ലാവരും തന്നെ പോയി ഷോർട്സ് എല്ലാം ചെക്കൗട്ട് ചെയ്യുക. പ്രിയയുടെ വക ഉള്ള പായസമാണ്. നമ്മൾ ഫോട്ടോഷൂട്ടിന് പോയിട്ട് ലേറ്റായി വന്നെന്ന് പറഞ്ഞാൽ അമ്മയുടെ വായിരിക്കുന്നത് നിറച്ചും കേട്ടു. അത് കഴിഞ്ഞ് സമാധാനത്തോടുകൂടി പായസം ഉണ്ടാക്കാം. സമയം 1 something തോന്നുന്നു സദ്യ കഴിക്കാൻ, അല്ലെങ്കിൽ തിരുവോണത്തിനൊന്നും ഞാൻ ഇത്ര ഒരുങ്ങുന്ന. ഇവിടെ വിഷമിച്ചിരിക്കുവാണ് ഗൈസ്. തിരുവോണത്തിനൊന്നും ഒരാളുടെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല, അടിച്ചുപോയി. പായസം ഉണ്ടാക്കാൻ കൂടാന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ പോയിരിക്കുമായിരുന്നു. വിഷമിക്കല്ലേ, ശരിയാക്കാം. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മൂന്നും കൂടെ ഇലയിലായിട്ട് ഓരോ വിഭവങ്ങളൊക്കെ ഇങ്ങനെ വിളമ്പി. അമ്മ അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. സോ ദിസ് ഈസ് ദ സദ്യ ഡിഷസ്. ഇതൊക്കെയാണ് നമുക്കുള്ളത്. പിന്നെ സാമ്പാറും മോരും ഒക്കെ. ഇതിനകത്ത് മെയിൻ ഡിഷസ് എല്ലാം അമ്മച്ചി ഉണ്ടാക്കി, ബാക്കിയുള്ള സൈഡ് ഡിഷസ് എല്ലാം അപ്പച്ചി ഉണ്ടാക്കി. ഒള്ളി ടൈം നമുക്ക് വേണ്ടത്രയും പരിപ്പ് കൂട്ടി സദ്യ കഴിക്കാം. ദാറ്റ്സ് എ ഫേവറേറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ചെറുതായിട്ട് സദ്യയുടെ ഒരു ആക്രാന്തത്തിൽ സദ്യ കഴിക്കാൻ പോകുന്നുള്ള ഒരു ഷോട്ട് എടുക്കാൻ ഞാൻ മറന്നുപോയി. എല്ലാവരും പായസം എല്ലാം കൂട്ടി സദ്യ എല്ലാം കഴിച്ച് റൗണ്ട് 2 പായസം കഴിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുവാണ്. അമ്മ അതെടുത്ത് കൊടുക്കാൻ പോയി. അമ്മ ലച്ചു പപ്പടം കുറച്ച് മിച്ചമുണ്ട്, അത് തീർക്കാൻ വേണ്ടി മാത്രമാണ് പായസം കുടിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. അല്ലേ ലച്ചു? ഇറ്റ്സ് ഓക്കെ. ഓണത്തിന് എല്ലാവരും ഇങ്ങനെ അല്ലേ? ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. സദ്യ എല്ലാം കഴിഞ്ഞു. എൻ്റെ നേരത്തെ വീഡിയോ കണ്ടാലും അറിയാം, സദ്യ ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോവും. നമ്മൾ ചേച്ചിയമ്മ അങ്ങോട്ട് പോയി, അവർ വിളിച്ചങ്ങോട്ട് ചെല്ലാൻ. സോ പോവാണ്. ഈ ഡ്രസ്സ് എൻ്റെ സ്വന്തം കസിൻ, മൈ ഏണിങ് കസിൻ എനിക്ക് വാങ്ങിച്ചു തന്നെയാണ്. താങ്ക് യു. അങ്ങനെ നമ്മൾ വീണ്ടും ക്ലബിലേക്ക് പോയി. നമ്മുടെ ഒരു ചെറിയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണിത്. അവിടെ വീണ്ടും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പം കസേരകളിയായിരുന്നു. അപ്പോൾ കസേരകളി എനിക്കിഷ്ടമുള്ളൊരു ഗെയിമാണ്. അപ്പം ഞാനും ഓടിപ്പോയി ചേർന്നു. പക്ഷേ എന്ത് പറയാനാ, അതിസാഹസികമായി ഞാൻ തോറ്റുപോയി. അങ്ങനെ തോറ്റു തുന്നമ്പാടി വന്ന് സൈഡിലിരുന്നു. അത് കഴിഞ്ഞ് ഞാനും ഷാലൂക്കയും കൂടെ നമ്മുടെ സ്പൂണും നാരങ്ങയുടെയും എൻഡ് പോയിന്റിൽ റിബണും പിടിച്ചിരിക്കുകയായിരുന്നു. സ്പൂണും നാരങ്ങയും അത്യാവശ്യം ആവേശമുള്ളൊരു ഗെയിമാണ്. കാരണം ഈ പിള്ളേരും അമ്മമാരും ഒക്കെ ഒരുപോലെ പങ്കെടുത്ത് നല്ല വാശിയുള്ളൊരു ഗെയിമാണ്. എല്ലാവർക്കും ഇഷ്ടം. പിന്നെ കുപ്പിക്ക് വളയിടലായിരുന്നു. ഞാൻ എൻ്റെ ടൈമർ നോക്കായിരുന്നു. ഇത് കാണുന്ന പോലല്ല, കുറച്ച് പാടാണ് ഇടാനായിട്ട്. പിന്നെ ഉണ്ടായിരുന്നത് തീപ്പെട്ടിയോരക്കലായിരുന്നു. ഇതൊന്നും എന്നെക്കൊണ്ട് കൂട്ടിയൊന്നും കൂടില്ല, കാരണം ഞാനൊക്കെ ഫസ്റ്റ് ടൈം തന്നെ ഔട്ടാവും. ഇതുപോലെ അമ്മമാരെ കൊണ്ട് മാത്രമേ ഒന്നല്ല കുറേ വട്ടം പോകാൻ പറ്റൂ. പിന്നെ ഉണ്ടായിരുന്നത് ക്ലബ്ബിലൊരു ഹൈലൈറ്റ് ഐറ്റമാണ് വട്ടക്കളി. വട്ടക്കളി എനിക്കിഷ്ടമാണ് കാണാനും അതിൽ കൂടാനും. ഞാനും കൂടിയിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പം. വട്ടക്കളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി എല്ലാം കിട്ടുന്ന
ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് എന്താ പറയുക, വലിയ വലിയ സ്റ്റെപ്പും കാര്യങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ രീതിയിൽ എല്ലാവരും ഹാപ്പി ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിള്ളേരാവട്ടെ വലിയവരാവട്ടെ, ഇതൊക്കെ ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റിയാണ്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പം വലിയ തുള്ളലായി, എല്ലാവരും ചേർന്നു, അടിപൊളിയായിരുന്നു. പിന്നുണ്ടായിരുന്നത് ക്വിസ്സാണ്. ക്വിസ് നടത്തുന്നത് എൻ്റെ അച്ഛനാണെങ്കിലും ഒരു ചോദ്യം പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അച്ഛൻ പണ്ടൊന്നും പങ്കെടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു, പക്ഷെ ഇപ്പം സമ്മതിക്കും. അത് കാരണം ഞങ്ങളും കൂടി. ആരും മടി വെക്കുകയോ മിസ് ചെയ്യുകയരുത്. ചെയ്തു കഴിഞ്ഞാൽ മത്സരാർത്ഥി അവിടുന്ന് ഒഴിവാക്കണം. അത് ജഡ്ജിമെന്റ് തീരുമാനമാണ്. ശ്രീ ക്വിസിന് അതിസാഹസികമായി നമ്മൾ തോറ്റു ഏറ്റവും ലാസ്റ്റ് ഡേ. പിന്നെ അന്ന് നടന്ന എല്ലാ പരിപാടിയുടെയും പ്രൈസ് അന്ന് തന്നെ കൊടുത്തു തീർത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിള്ളേരുടെ ഡാൻസാണ്. ഭയങ്കര ക്യൂട്ടാണ് ഇത് കണ്ടിരിക്കാൻ. ഞാനും പണ്ട് കളിച്ചുകൊണ്ടിരുന്നതാണ്. ഒത്തിരി മണ്ടത്തരം കാണിച്ചിട്ടുണ്ട് ഈ സ്റ്റേജിൽ കയറിയിട്ട്. പിന്നെ അതിനിടയ്ക്ക് ക്ലബ്ബിൽ എല്ലാ വർഷവും ഉള്ളതാണ് ഇതുപോലെ ചെറിയ ചെറിയ കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിക്കുക, എന്നിട്ട് എന്തെങ്കിലും ചെറിയൊരു പ്രൈസ് കൊടുക്കുക. ഇതൊക്കെ എല്ലാ പ്രാവശ്യവും ഉള്ളതാണ്. അത് ഈ വർഷവും നടത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പിള്ളേരുടെ പരിപാടി തുടങ്ങി. നമുക്ക് 10 മണിക്ക് കൃത്യമെല്ലാം നിർത്തണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പ് നമ്മുടെ പരിപാടിയെല്ലാം തീർന്നായിരുന്നു. മിച്ചം ഉണ്ടായിരുന്ന സമയം നമ്മൾ പാട്ടിട്ട് അങ്ങ് അതിഗംഭീരമായി തുള്ളി ആടിപ്പൊളിയായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു. പിറ്റേ ദിവസം എല്ലാവർക്കും അറിയായിരിക്കും എൻ്റെ ഡ്രസ്സ് കാണുമ്പോൾ പിറ്റേ ദിവസം ആയി. അപ്പം ഇന്ന് ഡേ 2 അവിട്ടം. ഇന്നലെ തിരുവോണം, ഇന്ന് അവിട്ടാണ്. അപ്പോൾ അവിട്ടം നമ്മൾ ക്ലബ്ബിൽ പരിപാടിയുണ്ട്, ക്ലബ്ബിൽ പോകണം. അതിനു മുമ്പ് നമ്മൾ ഒരാളെ കാണാൻ പോകുക. അവിടെ ചെന്നിട്ട് അയാളെ കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, ഇതാണ് കനാപ്പി. ഹായ്, ഇത് ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇത് അപ്പോണ്. അപ്പോണ് ഹായ് പറ. അപ്പോണ് ഫാൻസോടൊക്കെ പറയണം കേട്ടോ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ്. കനാപ്പിയാണ് എന്നെ കുഞ്ഞിൻ്റെ തൊട്ട് വളർത്തിയതെല്ലാം. അച്ഛൻ്റെ കസിനാണ്. ഓണത്തിന് വേണ്ടി വന്നത്. കനാപ്പി നാരങ്ങ വെള്ളവും പഴവും ചിപ്സും ഒക്കെ തന്നെ നമുക്ക് തിന്ന് ചില്ല് ചെയ്യുക. അത് വേണ്ട. ഹായ് പറ. ഇത് കനാപ്പിയുടെ ഹസ്ബൻഡ്. ഇങ്ങനെ ഇരിക്കുന്നുള്ള പഴയ കില്ലാടിയാണല്ലോ. അതെ, വൈറലാവും. എന്റെ ചാനലൊക്കെ അറിയാലോ, വിഷയമാണ്. യൂട്യൂബ് കാണിച്ചു കൊടുക്കപ്പോ എന്റെ വീഡിയോ ഒക്കെ ഒന്നും കാണിക്കാറിടാ. അങ്ങനെ ഡേ 2 നമ്മൾ വീണ്ടും ക്ലബ്ബിൽ ചെന്നു. അപ്പോൾ അവിടെ ഷോർട്ട് പുട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് ചെന്നു. ഷോർട്ട് പുട്ട് സൂപ്പർ സീനിയേഴ്സിന്റെ മത്സരമാണ്. ഞാൻ ഇടോട്ടെ ശരിക്കും മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് ആൾക്കാർ എത്തിയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ എല്ലാ വർഷവും പങ്കെടുക്കുന്ന ഒരു ഗെയിമാണിത്. ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഹൈപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ആൾ ചെറുതായിട്ട് തോറ്റുപോയി. പക്ഷേ അത് കുഴപ്പമില്ല, പാർട്ടിസിപ്പേഷനാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ വന്ന് നമ്മുടെ ഫ്രണ്ടിനടുത്ത് വാങ്ങിച്ച ബീഫും ചിക്കനും എല്ലാം സൂപ്പർ ടേസ്റ്റ്. ചോറ് വന്നിട്ട് പോലില്ല, അതിന് മുമ്പ് ഞങ്ങൾ തിന്നു തുടങ്ങി. സെറ്റ് സാധനം. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും ക്ലബ്ബിൽ ചെന്നു. ക്ലബ്ബിൽ ചെന്നപ്പോഴാണെങ്കിൽ പിള്ളേരുടെ മിഠായി പെറുക്കാണ് നടന്നത്. മിഠായിക്ക് വരെ മഞ്ചാടിയാണ് സ്റ്റിൽ. പിന്നെ തൊപ്പിമാറ്റമാണ്. എനിക്ക് കസേരകൾ കഴിഞ്ഞ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗെയിമാണ്. ഞാൻ പങ്കെടുത്തിരുന്നു. പിന്നെ പറയണ്ടല്ലോ, തോറ്റുപോയി. ഫൈനലി ഞാൻ ഒരു സാധനത്തിന് ജയിച്ചു. പക്ഷെ ഇവർ വീഡിയോ എടുക്കാൻ കാണിച്ചേ. പിന്നെ മെഴുകുതിരി കത്തിച്ച ഓട്ടമായിരുന്നു. ഇതുപോലെ റിസ്ക് ഉള്ള കളികൾക്കൊന്നും നമ്മൾ ചേരാറില്ല. ഒൺലി സിമ്പിൾ ആയിട്ടുള്ള ഗെയിംസ് മാത്രം. പിന്നീട് ഉണ്ടായിരുന്നത് അപ്പങ്കടിയായിരുന്നു. ശരിക്കും കണ്ടു നിൽക്കാൻ ഏറ്റവും കോമഡി ആയിട്ടുണ്ടായിരുന്ന ഗെയിം ഇതായിരുന്നു. ഞാൻ ശരിക്കും ഒത്തിരി ചിരിച്ചു. അവന്മാർ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ ബാക്കി ഗെയിംസും കുളംകര എന്തൊക്കെയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോഴേക്കും നമ്മുടെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടും അവരുടെ ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരോട് വർത്താനം പറഞ്ഞ് അങ്ങോട്ട് പോയി. അങ്ങോട്ട് ഗെയിമിലൊന്നും ചേരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്, നിന്ന് കറങ്ങണ്ട. ഷോ ആണ് ഗൈസ്, ഷോ. മാൽദീവ്സിലെ വലിയ പുള്ളിയാണ് അല്ലേ? എന്താണ് 4 സീസൺ? എന്തിന്റെ ഹോട്ടലിൽ 7 സീസണാ? അമ്മ ക്ലബ്ബിലെ ട്രഷററാണ് കേട്ടോ. അത് കാരണം വൈകുന്നേരം സമ്മേളനം എന്തോ ഉള്ളത് കാരണം പുള്ളിക്കാരത്തി ഒരുങ്ങി സുന്ദരിയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ബെസ്റ്റ് ഫ്രണ്ടും ഫാമിലിയും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ അവർ ഗോസിപ്പായി, വിശേഷങ്ങളായി, വൻ വർത്താനമായി. ഇടക്കൊന്ന് വീട്ടിലോട്ട് വന്ന് ഫുഡെല്ലാം കഴിച്ച് റെഡി ആയിട്ട് അങ്ങോട്ട് പോകും. അവിടെ പരിപാടിയൊക്കെ ഓൾറെഡി അമ്മ വിളിക്കുന്നത്. പോട്ടെ, ബൈ.
അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചെന്നപ്പം നാടൻപാട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നാടൻപാട്ട് പക്ഷേ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തു, കാരണം മന്ത്രി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ടായിരുന്നു സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളെല്ലാം അത് വെച്ച് കഴിഞ്ഞു. പിന്നെ നാടൻപാട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടമായി. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ അടിപൊളി സാധനങ്ങളെല്ലാം കേട്ട് തുടങ്ങുമ്പോഴേക്കും നമ്മൾ തുള്ളി തുടങ്ങും. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് അവിടെ വൻ തുള്ളലായി. നാടൻപാട്ട് കഴിഞ്ഞ് അധികം നേരം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ലച്ചുവിന് അന്ന് വൈകിട്ട് തന്നെയായിരുന്നു ബസ്. അവൾ തിരിച്ച് പാലക്കാട് പോകുമായിരുന്നു. പരിപാടി കാണാൻ വേണ്ടിയിട്ട് മീനും ഉഷാൻ്റെയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ യദു, ഞങ്ങൾ മൂന്നും കൂടെ ആയിരുന്നു അവിടെ കിടന്ന് തുള്ളിക്കൊണ്ടിരുന്നത്. എല്ലാവരോടും ഒരു ബൈ പോലും പറയാതെ പെട്ടെന്ന് നമുക്ക് പോരേണ്ടി വന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചേച്ചീനെ ആക്കാൻ പോയി. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഉറങ്ങിപ്പോയി. എന്നിട്ട് തിരിച്ചതേ വന്നതേ ഉള്ളൂ. അപ്പം അതായിരുന്നു നമ്മുടെ നാട്ടിലെ 2 ദിവസത്തെ ഓണം. ആക്ച്വലി 4 ദിവസത്തെയാണ്, ഞാൻ 2 ദിവസത്തെ ഇടുന്നുള്ളൂ. ആദ്യത്തെ ദിവസം ഞാൻ എത്തിയത് ഉണ്ടായിരുന്നുള്ളൂ. നാളത്തേക്കും കൂടെ എടുത്ത് ഞാൻ കണ്ടന്റ് വലിച്ച് നിൽക്കുന്നില്ല, ഇന്നത്തോണ്ട് നിർത്താണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്.